അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെയും നേതൃത്വത്തിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നെതന്യാഹു അത് അംഗീകരിച്ചിട്ടുണ്ട്. ബന്ദികളെ 72 മണിക്കൂറിനകം മോചിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഹമാസ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഇത് വിശ്വസിക്കാമോ സാർ? അതോ ഇതൊരു വലിയ ചതിയാണോ? ഈ നെതന്യാഹുവിനെ ചതിക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത്? അതിൽ ട്രംപിനും പങ്കുണ്ടോ? ഒന്നും വ്യക്തമാകുന്നില്ല. തിരിച്ചാണ് എനിക്ക് സംശയം. അളിയനും കൂടെ ചേർന്ന് അറേബ്യൻ രാഷ്ട്രങ്ങളെയും ഗാസയെയും പറ്റിക്കുകയാണോ, പലസ്തീനെയൊക്കെ പറ്റിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. അതായത് ട്രംപും നെതന്യാഹുവും ചേർന്ന് ഒരു കളി പ്ലാൻ ചെയ്യുന്നതാണ്. എന്താണ് സാർ അങ്ങനെ തോന്നാനുള്ള കാരണം? അങ്ങനെ തോന്നാനുള്ള കാരണം നെതന്യാഹുവിനെ വിട്ട് ട്രംപിന് ഒരു നിലനിൽപ്പില്ല, US നിലനിൽപ്പില്ല. അവിടുത്തെ ജൂത ലോബി അത്ര ശക്തമാണ്. അവരുടെ എല്ലാ മേഖലയിലും, ഭരണത്തിന്റെ ധനകാര്യമായാലും ആയുധത്തിന്റെ കാര്യത്തിലായാലും ശാസ്ത്ര കാര്യത്തിലായാലും ഒക്കെ US എല്ലാ മർമ്മസ്ഥാനത്തും പിടിപിടിച്ച് തലച്ചോറെന്ന് പറയുന്നത് ജൂതന്മാരാണ്. പിന്നെ ഇന്ത്യക്കാർ, അത് കഴിഞ്ഞിട്ടേ ഇന്ത്യക്കാരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കാര്യം നിശ്ചയമാണ്, ജൂതന്മാർക്ക് ദോഷം വരുന്ന ഒന്നും US ചെയ്യില്ല, ട്രംപ് ചെയ്യില്ല. ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ഒന്നാം തരം നാടകമാണ്. ആ നാടകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, സൂക്ഷിച്ചോണം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശരിയാക്കും എന്നൊക്കെ ട്രംപ് നെതന്യാഹുവിനെ മുമ്പിൽ നിർത്തിയൊന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നെതന്യാഹുവിന് ഒരു ഭീഷണിയുമില്ല. നെതന്യാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇത് വന്ന് അവസാനിക്കും. കാരണം ഇത് ഹമാസ് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഹമാസ് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആത്മഹത്യക്കാണ് ഹമാസ് തയ്യാറായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹമാസ്, അതായത് ഹമാസിനെ എന്നേക്കുമായിട്ട് ഭൂമുഖത്തൊന്ന് തുടച്ചു നിർത്തുക, അതാണ് നെതന്യാഹുവിന്റെ തന്ത്രം. നെതന്യാഹു വളരെ കരുതി കൂട്ടിച്ചേരിക്കുന്ന അതാണ്. അത് അങ്ങനെ നേരിട്ട് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് അംഗീകരിക്കില്ല, അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിക്കില്ല, പിന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഹമാസിനെ പടമാക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ അതിന് എളുപ്പമാർഗം ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിച്ച് നല്ല പിള്ളേരാക്കി മാന്യന്മാരാക്കി എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഒതുക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് ഗാസയുടെ ഭരണം കൊടുക്കൂല. ഹമാസിന് ഗാസയുടെ ഭരണത്തിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഗാസയിൽ പ്രവർത്തിക്കാൻ തന്നെ അവർക്ക് അനുവാദമില്ല. ഗാസയിൽ നല്ല ലോകത്ത് ഒരിടത്തും ആയുധമെടുത്ത് പ്രവർത്തിക്കാൻ ഇനി ഹമാസിന്റെ ആൾക്കാരെ സമ്മതിക്കില്ല. ഹമാസ് എന്നുള്ള രീതിയിൽ പോലും ഇനി പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് സംശയമാകുന്ന രീതിയിലാണ് ഈ 20 പോയിന്റുള്ള 20 നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ അതാണ് വ്യക്തമാകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് അംഗീകരിച്ചാൽ ഒരുപക്ഷെ ഒരു വലിയ വിജയമായിരിക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു സമാധാന കരാറിന് നോബൽ സമ്മാനം പോലും കിട്ടാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത് അത്ര വലിയ തലവേദനയാണിത്. അത്ര വലിയ തലവേദനയാണ്. കാരണം പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള അന്തഃഛിദ്രത്തിന് US, ഇസ്രയേലിന്, അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രക്ഷോഭമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്, യുദ്ധമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. ചെറിയ 2 പ്രദേശങ്ങൾ തമ്മിലുള്ളതാണ് ഈ യുദ്ധമെങ്കിലും അതിൻ്റെ പ്രകമ്പനം പലയിടത്തേക്കും എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ച് പിന്നെ ഇസ്ലാമിക് ഓർഗനൈസേഷനുകളുടെ പിന്തുണയും ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ OICയുടെ പിന്തുണയും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പം പഴയ പോലെ ഒരു മുന്നോട്ട് പോക്ക് നടക്കില്ല എന്ന് ട്രംപിനറിയാം, നെതന്യാഹുവിനറിയാം. അപ്പോൾ പിന്നെ ഒരു മറ വേണം. ആ മറയാണ് ഇപ്പോഴത്തെ ഈ സമാധാന സമിതി നിർദ്ദേശങ്ങൾ. അല്ല, തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവില്ല. ഗാസയിൽ പലസ്തീൻ അഡ്മിനിസ്ട്രേഷന് പോലും പലസ്തീൻ അതോറിറ്റിക്ക് പോലും ഒരു സേ ഇല്ല. അവർക്ക് പോലും ഗാസയിൽ ഭരണപരമായ കാര്യങ്ങളൊന്നും ഇടപെടാൻ കഴിയില്ല. ഇതൊരു ഇന്റർനാഷണൽ ബോഡി ആയിരിക്കും ചെയ്യുന്നത്. അതിന്റെ ഒന്നാമത്തെ ആളായിരിക്കും ടോണി ബ്ലെയർ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ട്രംപാണ് മൈസെൽഫ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തെ ഒരു മാന്യനായ ഞാൻ തന്നെയായിരിക്കും ഒന്നാമത്തെ ഗാസയുടെ ഭരണാധികാരി. തൊട്ട് താഴെ ഇത് എനിക്കിപ്പോഴും പോയി നോക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തൊട്ട് താഴെ അസ്മാദിയെ വെച്ചിരിക്കുന്നത് ടോണി ബ്ലെയർ ഞാൻ പറയുന്ന പോലെ കേട്ടോളൂ എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വിചിത്രമായത് പലസ്തീനിൽ നിന്നുള്ളവർക്ക് പോലും ഇതിനകത്ത് യാതൊരു സേയും ഉണ്ടാവില്ല. അറബ് രാഷ്ട്രങ്ങളെ പ്രതിനിധി കാണും, യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പ്രതിനിധി കാണും, പിന്നെ പലസ്തീനിലെ കുറച്ച് മാന്യന്മാർ
ഈ മാന്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വഴക്കിനും ബഹളത്തിനും ഒന്നും പോവാതെ ഇങ്ങനെ തലകുറിഞ്ഞ് നിൽക്കുന്നവര് അതെ, അതെ, അതെ. എസ്ആർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ അപ്പാവി ടീമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു അഞ്ചെണ്ണത്തിനെ പലസ്തീനിൽ നിന്നും എടുത്തു വെക്കും. അപ്പോൾ പലസ്തീനുകാരുടെ പ്രാധാന്യം നമ്മളെല്ലാവരും കൂടി ചേർന്നല്ലേ ഇത് ഭരിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇനി അവശേഷിക്കുന്ന 6 ലക്ഷം മറ്റേ ഇനി ബാക്കിയുള്ളൂ ഗാസയിലെ ആളുകൾ. അവർക്ക് വേണമെങ്കിൽ അവിടെ തുടരാം, വേണ്ടെങ്കിൽ അവിടെ വേണം പോവാം, അങ്ങനെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പിന്നെ ഗാസയെ പഴയ പോലെ പുനരുജ്ജീവിപ്പിക്കും, പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പം അതിന്റെ കൊട്ടേഷനൊക്കെ ഞാൻ തന്നെ ചെയ്യും. പിന്നെ എന്റെ ഉദ്ദേശമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവിടെ വന്നിരിക്കും. അതെ, ഇത് പൂർണ്ണമായിട്ടും ഒരു ടൂറിസ്റ്റ് പ്രദേശമാക്കണം എന്നായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെ ആഗ്രഹം. അപ്പൊ അതിന് പറ്റിയില്ലെങ്കിലും ആളുകൾക്ക് ജീവിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ട് ആ കോസ്റ്റൽ ഏരിയ മുഴുവൻ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അവരങ്ങ് മാറ്റും. പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ ഇതിങ്ങനെ നീണ്ടു പോകും, അത് അവരുടെ കയ്യിലിരിക്കും. പലസ്തീന് പൂർണ്ണമായ രാഷ്ട്ര പദവി കൊടുക്കുമെന്നുള്ളതും ഇപ്പം അതും ഇപ്പൊ പറയാൻ ഉദ്ദേശമില്ല. ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, അങ്ങോട്ടും വീഴ ഇങ്ങോട്ടും വീഴ. അത് പിന്നീട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കും. അത് എന്റെ ദാക്ഷിണ്യങ്ങൾക്കും കാരുണ്യങ്ങൾക്കും അനുസരിച്ചിരിക്കും. പിന്നെ അതിന് കാരണമുണ്ട്, നിങ്ങളുടെ പലസ്തീനിൽ ജനാധിപത്യം ഇല്ല, നിങ്ങളുടെ അവിടെ പിന്നെ ജുഡീഷ്യറി നേരെയല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യവും ജുഡീഷ്യറിയും നോക്കുക എന്നുള്ള ഉത്തരവാദിത്വം ട്രംപിനും അമേരിക്കയ്ക്കും ഉണ്ടെന്നുള്ളതാണ് അവര് പറഞ്ഞത്. ലോകത്തെ ലോക പോലീസാണ്. ഞങ്ങള് എല്ലായിടത്തെയും ജനാധിപത്യവും ജുഡീഷ്യറിയുടെയും നിയമവാഴ്ചയുടെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ അതും നോക്കും. അങ്ങനെയൊക്കെ മര്യാദക്കാരായി വന്നാൽ പലസ്തീന് ഒരു രാഷ്ട്ര പദവി പിന്നീട് നമ്മൾ ആലോചിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് വെസ്റ്റ് ബാങ്ക് അടക്കം ചിലപ്പോൾ ഒഴിഞ്ഞു കൊടുത്തേക്കും. പിന്നെ അതെല്ലാം ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറും. പിന്നെ ഇപ്പം സമയം കൊടുത്തിരിക്കുന്ന അറിയാമോ, ഹമാസിന് ചിന്തിക്കാൻ പോലുള്ള സമയമില്ല. 72 മണിക്കൂറാണ്. 72 മണിക്കൂറിൽ ഇപ്പൊ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞു കാണും. അപ്പൊ ഇനി 72 മണിക്കൂറാണ് ആകെ അവശേഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം അത്രേ ഉള്ളൂ. അത് പിന്നെ 3 പകല് രാത്രി ഉറങ്ങാണ്. അപ്പൊ കുറച്ച് സമയം കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് തീരുമാനിച്ചോണം. അതായത് അവശേഷിക്കുന്ന 48 എണ്ണത്തിനെ വിട്ടുതരണം, ബന്ദികളെ വിട്ടുതരണം. അതിൽ 28 എണ്ണം പടമായി എന്നാ പറയുന്നത്, ബാക്കി 20 അവശേഷിക്കുന്നുള്ളതാണ്. ഒന്നുകിൽ അവന്റെ ആ പടമായിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം കൊടുക്കണം, ഇല്ലെങ്കിൽ മോട്ടറൽ റിമൈൻസ് കൊടുക്കണം. ഇത് അടക്കിയതിന്റെ വല്ല അസ്ഥിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഞങ്ങള് അവിടെ പിന്നെ ഈ ഒക്ടോബർ 7 ശേഷം 2023 ഒക്ടോബർ 7 ശേഷം ഞങ്ങൾ പിടികൂടിയ, അതായത് ഇസ്രായേൽ പിടികൂടിയ കുറച്ച് തടവുകാരുണ്ട്, 1700 പേരുണ്ട്, അവരെ വിട്ടുകൊടുക്കാം. പിന്നെ പല കാലങ്ങളിലായിട്ട് ഈ ഇങ്ങനത്തെ പല അക്രമങ്ങൾ കാണിച്ച ഒരു 250 പേര് ജയിലിൽ കിടപ്പുണ്ട്, ജീവപര്യന്തം ഇസ്രായേലിൽ. അവരെയും ഞങ്ങൾ വിട്ടുകൊടുക്കാം. പക്ഷെ അതിന് മുമ്പ് അത് റെസിപ്രോക്കൽ ആയിരിക്കണം. അവിടെ നിന്നുള്ള ബാക്കി അവശേഷിക്കുന്ന ഈ 48 എത്ര ജീവിച്ചിരിപ്പുണ്ടോ അതിനെ ആദ്യം, അത് കഴിഞ്ഞിട്ട് അതിന് ബാക്കിയുള്ളവരുടെ ഡെഡ് ബോഡിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പം അത്രയും കൊടുത്ത് കീഴടങ്ങി ലോകത്ത് പിന്നെ ആയുധം തൊട്ടു പോരുത്. ആയുധം തൊട്ടാൽ പിന്നെ ഇനി വരാൻ പോകുന്ന ആരാ? ഇനി നെതന്യാഹു അല്ല, ട്രംപ് ആയിരിക്കും ആദ്യം ഇറങ്ങുന്നത്. കാരണം ഞങ്ങൾ ഇനി നേതൃത്വം കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് പാലിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളായിരിക്കും ആക്രമിക്കുന്നത്. അപ്പം നെതന്യാഹുവിന് കുറെ കൂടെ സുഖമായി, കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ ആ വിധത്തിലേക്കെല്ലാം സ്വരുക്കൂട്ടിയാണ് ഈ പോക്ക്. അതായത് സാർ വളരെ ചിന്തിച്ച് ആലോചിച്ചുറപ്പിച്ച് ഓരോ ചുവടും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുക. കാരണം ഇനി പിന്നെ ഗാസയിൽ ഇനി നരഹത്യ നടത്താൻ ഒന്നും ബാക്കിയില്ല. അതെ, എല്ലാം മാത്രമായി. പക്ഷെ ഇനിയും ഇത് തുടരാൻ പറ്റില്ല എന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ പിന്നെ അറേബ്യൻ രാഷ്ട്രങ്ങളും പറഞ്ഞു. അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി ഈ പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവരും കൂടെ ചേർന്ന് പറഞ്ഞു, ഇനി ഇത് പറ്റില്ല, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. നരഹത്യയുടെ അങ്ങേയറ്റം ആയിക്കഴിഞ്ഞു, ഇനി ഇത് സംഭവിക്കില്ല. അപ്പം ട്രംപിനും ഒരു കാര്യം മനസ്സിലായി, നെതന്യാഹുവിനും ഒരു കാര്യം മനസ്സിലായി, ഈ പണി ഇനി കൊണ്ടു നടത്താൻ പറ്റില്ല. കാരണം ഇത്രയും രാഷ്ട്രങ്ങൾ എതിർക്കുകയാണ്. ഇന്ത്യ വരെ പാലസ്തീനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഇസ്രായേലിന് ഇനി ആരും തുണയില്ല, അമേരിക്കയ്ക്കും വേറെ ഒരാളെ കിട്ടുമെന്ന് തോന്നുന്നില്ല, നാറ്റോ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ രീതി നിൽക്കുമ്പോൾ. അപ്പം അതിനൊരു ഒറ്റ മാർഗമേ ഉള്ളൂ, ഇതിനൊരു മൂടുപടം ഇടുക. എന്തായാലും ഹമാസിനെ തീർക്കണം. ഹമാസിനെ തീർക്കാനായിട്ട് എന്താണ്,
പണ്ട് ഒട്ടകത്തിനോട് ചോദിച്ച പോലെയാണ്, ഉം. ചെവിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ തലയാട്ടും, തലയാട്ടി സമ്മതം, ഉടനെ തന്നെ എല്ലാവരും കൂടെ ചാടി വീണ് തട്ടും. ഈ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഹമാസിന് വെച്ചിരിക്കുന്നത്. ഹമാസ് ആയുധമെല്ലാം വെച്ച് കീഴടങ്ങുക, എന്നിട്ട് മര്യാദയ്ക്ക് എവിടെയെങ്കിലും കഞ്ഞിയും വെച്ച് കഴിഞ്ഞോണം. ഇതിന് ഹമാസ് സമ്മതിക്കുമെന്ന് ഇല്ലെങ്കിൽ ഞങ്ങളുടെ വെടിയുണ്ടാക്കി ഇരയായിക്കോളാം. ഇല്ലെങ്കിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ ഉടൻ പിന്നെ പടപടാന്ന് വെടിയായിരിക്കും, ബോംബായിരിക്കും. അതിന് പറഞ്ഞിട്ടുണ്ട് സമ്പൂർണമായ ആക്രമണമായി. അപ്പൊ പിന്നെ യൂറോപ്യൻ യൂണിയൻ കാണൂല, അറബ് രാഷ്ട്രങ്ങൾ കാണില്ല. പിന്നെ അളിയനും തോന്നിയതെല്ലാം ചെയ്യാം. ട്രംപിനും നെതന്യാഹുവിനും കൂടെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള വിധത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സാർ, ഈ പറഞ്ഞതുപോലെ 72 മണിക്കൂറിനുള്ളിൽ ഇതിനിടയ്ക്ക് ഒരു മാപ്പും കൂടെ നടത്തി കേട്ടോ. അത് ഖത്തർ പ്രധാനമന്ത്രിയെ നെതന്യാഹു വിളിച്ചിട്ട് ഒരു മാപ്പ്, ഖേദം പ്രകടിപ്പിച്ചു. ഞങ്ങള് ഒരു അബദ്ധം പറ്റിയതാണ് അവിടെ, ക്ഷമിക്കണം, ഇനി ഉണ്ടാവില്ല, ഒരു ബോംബ് ഇട്ടുപോയി, അവിടെ ഒരു പിന്നെ സ്ഫോടനം നടത്തിപ്പോയി, അതിനി അതൊന്ന് പുറക്കണം എന്ന് പറയുകയും കൂടെ ചെയ്ത് ആ പിക്ചറും കൂടെ ക്ലിയർ ആക്കി. അതായത് പറ്റൂല എന്ന് ആദ്യം പറഞ്ഞെന്നാ പറയുന്നത് നെതന്യാഹു. അപ്പം ട്രംപ് കണ്ണുരുട്ടി, പറ്റില്ല, അത് വേണം, കാരണം ട്രംപിന്റെ കച്ചവടം ഖത്തറിലും സൗദിയിലും ഒക്കെ നടക്കണമെങ്കിൽ ഞങ്ങള് ഇസ്രായേലിനെ കൊണ്ട് നിങ്ങളെ മാപ്പ് പറയിച്ചില്ലേ എന്ന് പറയണം. അതെ, അങ്ങനെ ഫോണിൽ വിളിച്ചൊരു മാപ്പ് പണ്ട് നമ്മുടെ മിക്കവാറും ട്രംപ് തന്നെ വിളിച്ചു കൊടുത്തതാണ്. അതെ, വിളിച്ചു കൊടുത്ത്. അതെ അതെ. അല്ല സാർ, അതുകൊണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഈ കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടാകുമോ? കാരണം ഇവിടെ ഇപ്പോൾ പാലസ്തീൻ്റെ വിഷയത്തിൽ നമുക്കറിയാം, വളരെ വർഷങ്ങളായിട്ട് ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ഹമാസ് പോലെയുള്ള സംഘടനകളെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഹമാസിന് മാത്രമല്ല, ഹൂതികൾക്കും ഒക്കെ അവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇന്നിപ്പോൾ ഒരു ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു കേന്ദ്രം തന്നെ ഖത്തറാണെന്ന് പറയാം. അൽ ജസീറ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇസ്രായേൽ അടിച്ചപ്പം അമേരിക്ക കണ്ണടച്ചത്. മനസ്സിലായില്ലേ? അവർക്ക് ഇത് അറിഞ്ഞുകൊണ്ടില്ല, കാരണം അവിടെ എല്ലാ സാധനവും വെച്ച് അവര് റെഡി ആയിരിക്കല്ലേ. ഖത്തറിൽ ഉള്ള അത്രയും വിപുലമായ ഒരു US സേനാ സന്നാഹം വേറെ ഒരിടത്തും ഇല്ല. സൗദി പോലും ഇല്ല. അപ്പൊ അവിടെ അറിയാത്ത ഒരു കാര്യവും ആ പ്രദേശത്ത് നിന്ന് നടക്കില്ല. എന്നിട്ടാണ് ഈ കള്ളക്കളി കാണിച്ചത്. അതുകൊണ്ട് അവരുടെ വിശ്വാസം പൂർണ്ണമായിട്ട് കിട്ടില്ല. പക്ഷെ പിന്നെ അവർക്കൊരു നിസ്സഹായാവസ്ഥയുണ്ട്. കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ UAE ആയാലും ഖത്തറായാലും സൗദി ആയാലും ഒക്കെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് സ്റ്റേജാണ്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് യൂറോപ്പിനെയും അമേരിക്കയാണ്. മെയിനായിട്ട് അമേരിക്കയാണ്. പിന്നെ കുറച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളും കൂടെ ചേർന്നാണ് ഈ അപ്ലിഫ്റ്റ്മെന്റ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുബായ് ആയാലും അല്ലെങ്കിൽ റിയാദ് ആയാലും ഏത് നഗരമായാലും പ്രധാനപ്പെട്ടതെല്ലാം എങ്ങനെയെങ്കിലും പൊങ്ങി വരണമെങ്കിൽ അവിടുത്തെ എയർപോർട്ട്, പോർട്ട്, പിന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വരുന്നതിന് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. യൂറോപ്യൻ ചില രാഷ്ട്രങ്ങളുടെയും ടെക്നോളജി അടക്കം എല്ലാം. അപ്പൊ അവർ വളരെ ഡിപ്പെൻഡബിൾ. ഇവരുടെ കയ്യിൽ ആകെ ഉള്ളത് പണമാണ്. അതെ, ഈ ഓയിൽ കിട്ടിയ കോടി പണമാണ്, ഡോളർ അവരുടെ കയ്യിൽ. ഇപ്പൊ അവിടെ ഈ സ്വദേശി വൽക്കരണം ഒരു വലിയ നിർബന്ധമായിരിക്കുകയാണ്. അപ്പോൾ സൗദിയിൽ മാത്രമല്ല UAE-യിലും എല്ലാം ജിദാഖത്ത്, അതായത് സ്വന്തം ആൾക്കാരെ കുറെ പേരെ വെക്കണം എന്നാണ്. ഇവരെ വെച്ചിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ ശമ്പളം കൊടുക്കുകയാണ്. ഇവർക്ക് പണിയെടുക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആളെ വിളിച്ച് ശമ്പളവും കൊടുത്ത്, അപ്പൊ അവര് സൂചിച്ച് പിന്നെ ശാപ്പാടൊക്കെ ഇങ്ങനെ മുട്ടടിച്ച് കഴിയുന്നു എന്നല്ലാതെ അവരെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിച്ച് ആ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് ഉപയോഗിക്കാൻ ഇപ്പൊ പറ്റില്ല. അവർക്ക് പിന്നെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് ഇപ്പൊ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളെ ഒന്നും പേപ്പിക്കാനും പറ്റില്ല. കാരണം അവരുടെ എഗ്രിമെന്റും കാര്യങ്ങളും അവരുടെ വീക്ഷണവും പരിപാടികളും എല്ലാം ഇപ്പോൾ യൂറോപ്യൻ മോഡലിലും അമേരിക്കൻ മോഡലിലുമാണ് നിൽക്കുന്നത്. അപ്പൊ ആ രാഷ്ട്രങ്ങളെ കൂടാതെ അവർക്ക് ഇപ്പൊ പോകാൻ കഴിയില്ല. പിന്നെ എന്ത് വന്നാലും നശിച്ചാലും നന്നായാലും കുഴപ്പമില്ല, തീവ്രവാദം വന്നാൽ മതി എന്ന് പറഞ്ഞ പോലെ ഇറാനും അങ്ങനത്തെ കുറേ രാഷ്ട്രങ്ങളുണ്ട്. അവരൊക്കെ മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ ഇനി എതിർത്തോ പറഞ്ഞോ ഒക്കെ നിൽക്കാനും സാധ്യതയുള്ളൂ. ഇപ്പോൾ പാകിസ്ഥാൻ വരെ മാറിയിരിക്കുകയാണ്. ഈ ഇപ്പോഴത്തെ ട്രംപിന്റെ നെതന്യാഹുവിൻ്റെയും 20 പോയിന്റിൽ ഇവരെല്ലാം സമ്മതം മൂളിയിരിക്കുകയാണ്. ഖത്തറാവട്ടെ, സൗദി ആവട്ടെ, പിന്നെ പാകിസ്ഥാൻ, പിന്നെ തുർക്കി ആവട്ടെ, ഇവരൊക്കെയാണ് ഏറ്റവും വലിയ അത്ഭുതമാണ്. തുർക്കി വരെ വഴങ്ങിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇനി വേറെ ഒന്നും വഴിയില്ല. പിന്നെ ഇപ്പൊ ഏതാണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളും
അറേബ്യൻ രാഷ്ട്രങ്ങളും പൂർണ്ണമായിട്ട് ഈ 20 പോയിന്റ്സിനെ അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ചെന്ന് പെട്ടിരിക്കുകയാണ് ഹമാസ് ഇതിന് കീഴടങ്ങാനാണ് സാധ്യത. കീഴടങ്ങിയില്ലെങ്കിൽ അവരുടെ അവസാനത്തെ ചെറുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടു. അതെ. അപ്പോൾ നേരത്തെ തന്നെ ഒരു പടം ഓരോരുത്തരുടെയും എടുത്ത് വെച്ചിട്ട് ഇതിനെ നിഷേധിക്കുന്നതായിരിക്കും നല്ലത്. 20 പോയിന്റ്സിനെ നിഷേധിക്കുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു പടം എടുത്ത് മാലയും ഇട്ടിട്ട് നിഷേധിക്കാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് ഹമാസിന്റെ സ്റ്റേജ്. പക്ഷേ അവരുടെ തീവ്രവാദ ശൈലി വെച്ചിട്ട് അവർ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത് സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം. അങ്ങനെ വന്നാൽ പിന്നെ ഹമാസ് ബാക്കി ഉണ്ടാവില്ല. പക്ഷേ ഈ ഖത്തറും ഈ അറബ് രാഷ്ട്രങ്ങളും ഒക്കെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കരാറിനെയും ഈ സമാധാന ഉടമ്പടിയെയും ഒക്കെ ഈ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞ പോലെ 72 മണിക്കൂർ സമാധാന ഉടമ്പടി ആയിട്ടില്ലല്ലോ. ഇത് കുറെ നിർദ്ദേശങ്ങളാണ്. ഇപ്പൊ എനിക്ക് താങ്കളെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 10 നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. താങ്കൾ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിപ്പോരുത്, തോക്കും സംഗതിയെല്ലാം താഴെ വെച്ചോണം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആളിനെ കയറ്റാവൂ, തനിക്ക് അവിടെ യാതൊരു റോളും ഉണ്ടായിരിക്കില്ല, തനിക്ക് ആഹാരം വേണമെങ്കിൽ ഞാൻ തരും, കട്ടിൽ വേണമെങ്കിൽ ഞാൻ തരും, കഴിച്ച് അവിടെ കിടന്നോണം. ഈ രീതിയിലൊരു നിർദ്ദേശം പോലെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആകെയുള്ളത് പിന്നെ അവിടെ 250 ബന്ദികളെ ജീവപര്യന്ത തടവുകാരെ വിട്ടുകൊടുക്കും, 1700 ബന്ദികളെ വിട്ടുകൊടുക്കും. അതെല്ലാം ഇവരുടെ പിന്നെ വൻ സുഹൃത്തുക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ആശ്വാസം മാത്രമാണ് ഈ ഗാസയിൽ അല്ലെങ്കിൽ ഹമാസിനുണ്ടാകുന്ന. ഹമാസിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയുള്ള അതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ആ ഗാസയുടെ ഒരു മൂല തരാമെന്ന് പോലും പറയുന്നില്ല. അത് ശരിക്കും പണ്ട് ദുര്യോധനൻ പറഞ്ഞ പോലെയാണ്, ഒരു സൂചി കുത്താനുള്ള സ്ഥലം തരില്ല. ഇല്ല, 5 പേർക്ക് ഒരു വീട് പോലും തരില്ല. അതുകൊണ്ട് പാണ്ഡവന്മാർ കിട്ടിയ അതേ ഒരു വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇതൊക്കെ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിച്ച് ഉള്ള കഞ്ഞി കുടിച്ച് ആയുസിന്റെ ബലം ഉള്ളിടത്തോളം കഴിഞ്ഞു പോകാനുള്ള സൗകര്യം ഞങ്ങൾ തരാം, ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള സൗകര്യം തരാം, വായിക്കകത്തേക്ക് വല്ലതും പോകാനുള്ള സൗകര്യം, കിടക്കാനൊരു തറയൊക്കെ തരാം. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഹമാസിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന സമാധാന ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അല്ല, ഇത് വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് വലിയ നാശം ഉണ്ടാവും. അത് ഈ അറബ് രാഷ്ട്രങ്ങളെയും ബാധിക്കും. അല്ല, അതുകൊണ്ടാണ് അവര് കീഴടങ്ങിയത്. അവർക്കറിയാം ഇതൊരു കളിയാണെന്ന്, കളിയും കളിപ്പീരുവാണെന്നുള്ളത് അവർക്കറിയാം, അറബ് രാഷ്ട്രങ്ങൾക്കറിയാം. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞില്ല, അപ്കമിങ് കൺട്രീസാണ്. ഈ സ്റ്റേജിൽ അവർക്കിനി യുദ്ധമായിട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. അവർ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ സൗദി ആയാലും UAE ആയാലും ഖത്തർ ആയാലും കുവൈറ്റ് ആയാലും ഒക്കെ അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊന്ന് ഉയരണം. കുറേ നാൾ മണലാരണ്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞ് ജീവിച്ച് നമ്മളൊന്ന് പച്ച പിടിച്ച് വരികയാണ്. ഏതാണ്ടൊരു യൂറോപ്യൻ രാഷ്ട്രം പോലെ അവര് അറേബ്യൻ രാഷ്ട്രങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ സ്റ്റേജിൽ ഇനിയിപ്പോ അടിസ്ഥാന സൗകര്യ വികസനം വളരെ കൂടുതലാണ്. അടിസ്ഥാന സൗകര്യമില്ല, സുഖ സൗകര്യങ്ങൾ പോലും യൂറോപ്പിലെ പോലെ ഉണ്ട്. കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും ഇപ്പൊ ചെടികളും പൂക്കളും. ഞാൻ കേൾക്കുന്ന പുതിയ നഗരങ്ങൾ നിർമ്മിക്കാനുള്ള വലിയ പ്രോജക്റ്റുകൾ സൗദി കുറച്ച് നാൾ കഴിഞ്ഞാൽ ദുബായിയേക്കാൾ വലിയ സെറ്റപ്പിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഈ ദുബായിൽ ബിസിനസ് മുഴുവനും സൗദിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന വിധത്തിലേക്കാണ്. മലയാളി സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നമ്മുടെ മലയാളി വൻ വ്യവസായികളുണ്ടല്ലോ കേരളത്തിൽ നിന്ന് പോയി, അവർക്കൊക്കെ വലിയ അവസരങ്ങളാണ് ഇനി. ലോകത്ത് ആർക്കും അവസരം കൊടുത്തിരിക്കില്ലേ വരാൻ പോകും. നിങ്ങൾക്ക് വീട് വെക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊരു തലവേദനയായിട്ട് ഇങ്ങനെ, ഈ തലവേദന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കാരണം നമ്മുടെ ആളിലാണെന്നുള്ള ഒരു ഫീലിംഗ് കിടക്കുന്നു, അവര് മരിക്കരുതെന്നുള്ള ഫീലിംഗ് കിടക്കുന്നു. പിന്നെ ഈ ദുരന്തം ഇത് കണ്ടിട്ട് അവർക്ക് അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ വിഷയത്തിൽ ഇറാന്റെ എന്തെങ്കിലും തരത്തിലുള്ള അവര് മാത്രമേ ഉള്ളൂ ഒരല്പം. ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. അവര് മാത്രമേ ഉള്ളൂ ഹമാസിന് എന്തെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ആദ്യമേ ഇറാനെ അടിച്ച് നിരപ്പാക്കി. ഇത്രയും പേര് ചുറ്റും നിന്ന് പറയുമ്പോ ഇനി ഇറാനും വലിയ വോയിസ് ഒന്നും കിട്ടാൻ വഴിയില്ല. അതൊരു ഇറാനും പതുക്കെ അവിടെ ഇറാൻ എതിർത്തേക്കാം, പക്ഷെ എതിർത്താൽ പോലും ഇറാൻ അതിന് വലിയ ശക്തി ഉണ്ടാവില്ല. ഒരു ശക്തി ഉണ്ടാവില്ല. പഴയതുപോലെ ഫണ്ടിങ്ങും ആയുധങ്ങൾ കൊടുക്കലും ഒന്നും നടക്കില്ല. അവരും വളരെ തകർച്ചയിലാണല്ലോ. അവർക്ക് ഈ ഇപ്പോഴത്തെ ആക്രമണം വന്നതുകൊണ്ട് അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരിക്കും വളരെ കാൽക്കുലേറ്റഡ് ആണ് അമേരിക്കയും ഇസ്രയേലും. അതെ അതെ. ട്രംപും നെതന്യാഹുവും നമ്മൾ വിചാരിച്ച പോലെയല്ല. വളരെ അവർ തമ്മിൽ ചില സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടെങ്കിലും, അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നിയെങ്കിലും, ആത്യന്തികമായിട്ട് വളരെ ബുദ്ധിപൂർവ്വം. ട്രംപ് നല്ലൊരു നടനാണ്.
ശരിക്കും ഓസ്കാർ അവാർഡ് കൊടുക്കാൻ ഓസ്കാർ അവാർഡ് സമാധാനത്തിനല്ല കൊടുക്കേണ്ടത് നമ്മള്. നോബൽ പ്രൈസ് ഇദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് നല്ല അഭിനയത്തിനാണ് കൊടുക്കേണ്ടത്. നാടകത്തിന് പറ്റിയ ആളാണ്. പിന്നെ പിടിവാശിക്കൊട്ടും പുറകിലും. ഞാൻ പിടിച്ച മുയലിന് 3 തന്നെ കൊമ്പ്. അതെ. എന്തായാലും നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഇതിപ്പോ 74 മണിക്കൂർ കഴിയുമ്പോൾ 72 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അതുവരെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.